അമ്പാടിയിലേക്ക് വീണ്ടും. മഹാകവി ഇടശ്ശേരിയുടെ പ്രഖ്യാതമായ അതീവ ചാരുതയാർന്ന കവിത. രാജാവായ ശേഷം കൃഷ്ണൻ വ്രജത്തിലേക്ക് വരുന്നുവെന്ന് സങ്കല്പിച്ചാണ് കവി ഈ കാവ്യം മെനഞ്ഞിരിക്കുന്നത്. കവിതയെപ്പറ്റി മഹാകവി എഴുതിയത് ഇതാണ്: കൃഷ്ണപ്പാട്ടിലെ രാസക്രീഡ വായിച്ചു തീർന്നപ്പോൾ താദൃശ്യമായ മറ്റൊരു രംഗം ദുഃഖപര്യവസായിയായേ പറ്റൂ എന്ന് തോന്നി. അതിൻ്റെ ഫലമാണ് ഈ കവിത. കൃഷ്ണൻ വരുമ്പോൾ ഗോപികമാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് സകലവും മറന്ന് തങ്ങൾ പണ്ട് ഏർപ്പെട്ട രാസലീലയുടെ ഓർമ്മകളാണ്. പരമാത്മാവുമായുള്ള ഐക്യപ്പെടലിൻ്റെ ആത്മീയ അനുഭവം. ഇന്നും അവരത് തീവ്രമായി അഭിലഷിക്കുകയാണ്. ഗോപികമാരുടെ മനസ്സിലൂടെ കവി നടത്തിയ യാത്രയാണ് അമ്പാടിയിലേക്ക് വീണ്ടും എന്ന കവിത. ഈ കവിതയിൽ കൃഷ്ണന്റെ സാരഥിയായ ദാരുകന്റെ നിരീക്ഷണങ്ങളിലൂടെ സുഖദുഃഖങ്ങളെപ്പറ്റി, കർമ്മത്തെപ്പറ്റി മഹത്തായ ഒരു ദർശനം കവി ഉരുത്തിരിക്കുന്നു. ആ ദർശനത്തിൻ്റെ കാതൽ വൃന്ദാവനവാസികളുടെ പച്ച ജീവിതം തന്നെയാണ്. തൻ്റെ തേരിലിരിക്കുന്നതാകട്ടെ ഇടയകുലത്തിൻ്റെ നിക്ഷേപമാണെന്നും ദാരുകൻ പ്രസ്താവിക്കുന്നു. മാത്രമല്ല, ആ ദർശനത്തിൽ ഉൾച്ചേർന്ന ആത്മീയതയെ ഗോപികമാരുടെ കൃഷ്ണപ്രണയത്തിനോട് ചേർത്തു വയ്ക്കുകയും ചെയ്യുന്നു. Gopi
വ്രജത്തിലോളം നീ പോണം ആജ്ഞയനുഗ്രഹമത്രേ നമുക്കു തന്നു ബലരാമൻ. എനിക്കൊരു സഭിക്കുന്നു വഴിക്കു തേരുൾ താങ്ങിക്കൽ ഉൾക്കുഴിലെ രസികളെ കളിയാടി കാലികൾ ഉളച്ചോടി കാണും ശാഖരമേ നേടിയ ആരിൽ നിരുതി നീ വൃന്ദാവനമഴു മലരുകളെ വരുന്നു തീരാപ്പോലൊരു കതിപണ്ടെന്നുടെ രഥമേറി കതിപണ്ടെന്നുടെ രഥമേറി പായുക പായുക കുതിരകളെ പരമാവിക്കേറിനെ ഒരു സുഖവീതി നയിക്കേ പുഷ്യൽ സ്വപ്നം പോലെ
ചെത്തും സുധാ നിർത്തിയതെന്തേ നീ കാണിന്തിയിൽ നീരാടാൻ പോകും ഞങ്ങൾ ഗോപ പെണ്ണുങ്ങൾ കാണിന്തിയിൽ നീരാടാൻ പോകും ഞങ്ങൾ ഗോപ പെണ്ണുങ്ങൾ അമ്മയെ കാണാൻ പോവലു ചിരപ്രതീക്ഷ നിർദ്ദേവൻ വെറുതെ ഞങ്ങളെ അറിയേണ്ടേവൻ ഇവിടെ ഗോപികൾ ശ്രുതൂപരസാവൊരു നാടകം മാടട്ടെ ഇവിടെ സ്വന്തം സങ്കൽപ്പങ്ങളിൽ ഞങ്ങളെ ലോകം പണിയട്ടെ മുന്നേ പോലെ നീ കാണിന്റെ വിടപരത്തി പ്രഭാത കിരണ പൂക്കൾ പിരിച്ചൊരു
ഞങ്ങളെ ചേർത്തിടും